Hi friends, നമസ്കാരം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ISO കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. അപ്പം ഇന്ന് നമ്മൾ ആ എക്സ്പോഷർ ട്രയാങ്കിളിലെ രണ്ടാമത്തെ വില്ലനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. 3 വില്ലന്മാരിൽ രണ്ടാമത്തെ വില്ലൻ, ഷട്ടർ സ്പീഡ്. So, welcome to the channel, The Man with Third Eye. നമുക്ക് ആദ്യം ഷട്ടർ എന്താണെന്ന് നോക്കാം. ഈ ക്യാമറയിൽ നമ്മുടെ ഇമേജ് സെൻസർ ഉണ്ടല്ലോ, ആ ഇമേജ് സെൻസറിന് തൊട്ട് മുന്നിലുള്ള ഒരു കർട്ടനാണ് ഈ ഷട്ടർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഷട്ടർ, അപ്പോൾ നമ്മൾ ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഈ ഷട്ടർ ട്രിഗർ, അത് ക്ലിക്ക് ചെയ്യുന്ന ബട്ടൺ ഉണ്ടല്ലോ, അത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഷട്ടർ ഒന്ന് തുറക്കുന്നു, പിന്നെ അത് അടയും. അപ്പോൾ ഈ തുറക്കുന്ന സമയത്താണ് വെളിച്ചം, ലൈറ്റ് ഇമേജ് സെൻസറിലേക്ക് പതിക്കുന്നതും അവിടെ ഫോട്ടോ നമുക്ക് കിട്ടുന്നതും. അതാണ് ഈ ഷട്ടർ. ഈ നമ്മൾ ഷട്ടർ ട്രിഗർ പ്രസ് ചെയ്യുമ്പോൾ ഈ സാധനം, ഈ കേർട്ടന് ഒന്ന് തുറന്നിട്ട് അത് അടയും. അതാണ് ഷട്ടറിൻ്റെ ഫങ്ഷൻ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഷട്ടർ സ്പീഡ്? ഈ ഷട്ടർ തുറന്നിട്ട് അടയുന്ന ആ സ്പീഡ്, അതാണ് ഷട്ടർ സ്പീഡ്. ഈ ഇമേജ് സെൻസറിൻ്റെ ഫ്രണ്ടിലുള്ള ആ കേർട്ടൻ എത്ര നേരം തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് ആ ഷട്ടർ സ്പീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില സമയത്ത് നിങ്ങൾ കണ്ടിരിക്കും ഈ ഷട്ടർ തുറന്നിട്ട് പെട്ടെന്ന് തുറന്നടയും, ചിലത് തുറന്ന് കുറച്ച് കഴിഞ്ഞിട്ടേ അടയുള്ളൂ. അപ്പോൾ അത് നമ്മൾ ക്യാമറയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ് ഈ ഷട്ടർ വർക്ക് ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ എടുക്കുന്ന പിക്ചർ, ഈ ഷട്ടർ സ്പീഡിൽ സെറ്റ് ചെയ്തിട്ട് എടുക്കുന്ന പിക്ചർ, അത് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അത് നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ ആ ഷട്ടർ സ്പീഡ് മാറ്റിയിട്ട് എടുക്കുന്ന പിക്ചറുകൾ നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക്. ഈ ഷട്ടർ എന്ന് പറയുന്നത്, ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്, അതായത് ഇമേജ് സെൻസറിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഈ ഷട്ടർ, പുറത്തുള്ള ഈ ഷട്ടർ ഒന്ന് തുറന്നിട്ട് അടയാം. അപ്പോൾ ആ തുറന്ന് വെക്കുന്ന ആ ഒരു സമയം, അതിനാണ് നമ്മൾ ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്. ഈ ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താ ഗുണം? അതൊന്ന് നോക്കാം. ഒന്ന്, നമുക്ക് ഈ ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്താൽ ഈ എടുക്കുന്ന ഫോട്ടോയുടെ ബ്രൈറ്റ്നസ് കൂട്ടാൻ പറ്റും. 2, ഈ മൂവിങ് ഒബ്ജക്റ്റ്, അതായത് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന, അതായത് ആക്ഷൻ സീനുകൾ, അതൊക്കെ നമുക്ക് ഫ്രീസ് ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. ചിലപ്പം കണ്ടില്ലേ, നമ്മളൊരു കാറൊക്കെ മൂവ് ചെയ്യുമ്പോൾ ആ കാറ് മാത്രം നല്ല ഫ്രീസായിട്ട് എടുക്കുന്ന ഫോട്ടോ, അത് ഈ ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ മൂവിങ് ഒബ്ജക്റ്റിന് ഈ ഡ്രമാറ്റിക്കായിട്ട് ഫോട്ടോ എടുക്കാം. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില ലൈറ്റുകളൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വീശുന്ന സമയത്ത് ആ ലൈറ്റ് അതുപോലെ, ആ പോയ വഴി അതുപോലെ ലൈറ്റ് ഇങ്ങനെ റൗണ്ടിൽ നിൽക്കുന്നതും പല ഷേപ്പിൽ നിൽക്കുന്നതും എല്ലാം കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഈ മൂവിങ് ഒബ്ജക്റ്റിനെ ഡ്രമാറ്റിക്കായിട്ടൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഈ ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. ഈ ഷട്ടർ സ്പീഡിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് സ്ലോ ഷട്ടർ സ്പീഡെന്നും മറ്റേത് ഫാസ്റ്റ് ഷട്ടർ സ്പീഡെന്നും. അപ്പോൾ ഈ സ്ലോ ഷട്ടർ സ്പീഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ സ്ലോ ഷട്ടർ സ്പീഡ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ ഷട്ടർ ട്രിഗർ പ്രസ് ചെയ്യുമ്പോൾ ഈ കർട്ടൻ, അതായത് ഷട്ടർ തുറന്നിട്ട് നമ്മൾ അടയാൻ കുറച്ച് സമയം എടുക്കും. അതാണ് നമ്മൾ സ്ലോ ഷട്ടർ, അതായത് തുറന്ന് സ്ലോ ആയിട്ട് അത് ക്ലോസ് ആവുന്നുള്ളൂ. അപ്പോൾ അത്രയും നേരം നമ്മുടെ ഇമേജ് സെൻസർ പുറത്തുള്ള ലൈറ്റിൽ എക്സ്പോസ്ഡാണ്. ആ ഇമേജ് സെൻസറിലേക്ക് ഇത് കൂടുതൽ നേരം തുറന്നിരിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ലൈറ്റ് കയറി വരും. ഇതാണ് ഈ സ്ലോ ഷട്ടർ സ്പീഡിൽ ക്യാമറയ്ക്കകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ
നമ്മൾ ഈ സ്ലോ ഷട്ടർ സ്പീഡിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ ഒരു മൂവിങ് ഒബ്ജക്റ്റ് ഉണ്ട്. ആ മൂവിങ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ സ്ലോ ഷട്ടർ സ്പീഡിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ആ മൂവിങ് ഒബ്ജക്റ്റ് ഒരു പുക പോലെ നമുക്ക് ക്ലിയർ ആവില്ല. ഇത് കൂടുതൽ നേരം തുറന്നിരിക്കുന്നതുകൊണ്ട് ആ മൂവിങ് ഒബ്ജക്റ്റ് അത് പോകുന്ന ആ റൂട്ടിൽ എല്ലാം ഒരു പുക പോലെ അല്ലെങ്കിൽ ഒരു വര പോലെ ആയിരിക്കും, ഒരു മങ്ങിയ പോലെ ആയിരിക്കും കാണുക ഈ സ്ലോ ഷട്ടർ സ്പീഡ് ഇട്ടിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ. ഈ സ്ലോ ഷട്ടർ സ്പീഡ് നോർമലി നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ നൈറ്റിൽ മിൽക്കി വേ ഫോട്ടോ എടുക്കാൻ. അപ്പോൾ അത് കുറേ നേരം നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോഴേ അത് കൂടുതൽ ലൈറ്റ് കയറി വരുള്ളൂ, നമുക്ക് കറക്റ്റായിട്ടുള്ള പിക്ചർ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ലാൻഡ്സ്കേപ്പ് ഇതൊക്കെ എടുക്കുന്ന ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലോങ് എക്സ്പോഷർ അല്ലെങ്കിൽ സ്ലോ ഷട്ടർ സ്പീഡ് അതിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വാട്ടർഫോൾ ഇതൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ വെള്ളമൊക്കെ ഈ സിൽക്കി സ്മൂത്തായിട്ട് ആയിരിക്കും കാണുക. അപ്പോൾ ഇനി നമുക്ക് ഈ ഫാസ്റ്റ് ഷട്ടർ സ്പീഡ് എന്താണെന്ന് നോക്കാം. ഫാസ്റ്റ് ഷട്ടർ സ്പീഡ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഈ ഷട്ടർ തുറന്നിട്ട് അടയാൻ നേരത്തെ സ്ലോ ഷട്ടർ സ്പീഡിൽ കുറച്ച് സമയം എടുത്തിരുന്നു. പക്ഷേ ഈ ഫാസ്റ്റ് ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തുറന്നങ്ങടയും. അപ്പോൾ ഈ ഫാസ്റ്റ് ഷട്ടർ സ്പീഡിൽ എടുക്കുന്ന ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഈ ഒബ്ജക്റ്റുകൾ അതാണെങ്കിൽ നമുക്ക് ഫ്രീസ് ചെയ്തുകൊണ്ട് അത് ഫ്രീസ് ചെയ്യപ്പെടും. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ സ്പീഡിൽ ഓടുന്നൊരു കാറ് അതിനെ നമ്മൾ ഫോട്ടോ എടുക്കുകയാണ് ഈ ഫാസ്റ്റ് ഷട്ടർ സ്പീഡിൽ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ കാറ് മാത്രം ഫ്രീസ് ചെയ്ത പോലെ ഓടാതെ നിൽക്കുന്ന പോലെയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ ഈ സ്ലോ ഷട്ടർ സ്പീഡും ഫാസ്റ്റ് ഷട്ടർ സ്പീഡും തമ്മിലുള്ള വ്യത്യാസം. എങ്ങനെയാണ് ഷട്ടർ സ്പീഡ് മെഷർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഷട്ടർ സ്പീഡ് മെഷർ ചെയ്യുന്നത് നമ്മളെ ക്യാമറയിൽ ഈ 1/4, 1/8, 1/10, 1/100, 1/250 അങ്ങനത്തെ ഫിഗറിലായിരിക്കും നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റുക. അപ്പോൾ ഈ 1/4 എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൻ്റെ 1/4 എന്നാണ് അർത്ഥം. ഒരു സെക്കൻഡിൻ്റെ 1/4 അംശത്തിൽ ഇത് ഷട്ടർ തുറന്നിട്ടടയും. 1/100 എന്ന് പറയുമ്പം ഒരു സെക്കൻഡിൻ്റെ 100ൽ 1, 1/100. അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ട് തുറന്നടയും. 1/250 എന്ന് പറയുമ്പോൾ അത്രയും ഫാസ്റ്റായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഈ ക്യാമറയിൽ നമ്മൾ ഷട്ടർ സ്പീഡിനെ മാർക്ക് ചെയ്തിരിക്കുന്നത് 1/, എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് 1/4, 1/100, 1/50, 1/250 അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പുതിയ ഇറങ്ങുന്ന DSLR ക്യാമറകളിലും ഈ മിറർലെസ്സിലെല്ലാം ഈ 1/4000, 1/8000 വരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ എത്ര ഫാസ്റ്റായിട്ടാണ് ആ ഷട്ടർ തുറന്നിട്ട് അടയുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതൊന്ന് ഒരു സെക്കൻഡിൻ്റെ 1/4000 അല്ലെങ്കിൽ 1/8000 എന്നൊക്കെ പറയുമ്പോൾ അതെത്ര ഫാസ്റ്റായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ പുതിയ ക്യാമറകളിലൊക്കെ ഉള്ള ഈ സ്ലോ ഷട്ടർ സ്പീഡ്. അത് നമുക്ക് 30 സെക്കൻഡ് വരെയൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റും. 30 സെക്കൻഡ് അത്രയും ലോങ് എക്സ്പോഷറുള്ള ക്യാമറകളൊക്കെ ഇപ്പോൾ അവൈലബിളാണ് മാർക്കറ്റിൽ. ഈ ഷട്ടർ സ്പീഡും എക്സ്പോഷറും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഈ ഷട്ടർ സ്പീഡ് സ്ലോ ഷട്ടർ സ്പീഡിൽ ഇട്ടെടുക്കുന്ന ഫോട്ടോസൊക്കെ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. കാരണം ഈ ഷട്ടർ കുറച്ച് നേരം തുറന്നിരിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ലൈറ്റ് ഇമേജ് സെൻസറിലേക്ക് കടന്നു വരും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഇമേജ് ഭയങ്കര ബ്രൈറ്റായി പോകും. അപ്പോൾ നേരെ മറിച്ച് ഫാസ്റ്റ് ഷട്ടർ സ്പീഡിൽ യൂസ് ചെയ്യുമ്പോൾ ഈ ഷട്ടർ പെട്ടെന്ന് തുറന്നടയുന്നതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ ലൈറ്റ് ഇമേജ് സെൻസറിലേക്ക് കടന്നു വരും. അപ്പോൾ ആ ഇമേജ് ഡാർക്കായിരിക്കും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇത് വെളിച്ചം പിന്നെ അങ്ങനെ മൂവ്മെൻറ്റ് ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഈ ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ അതെല്ലാം വീണ്ടും ഒന്നുകൂടി നമ്മൾ ക്യാമറ എടുത്തിട്ട്
ഫോട്ടോ എടുത്ത് നോക്കും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് ജസ്റ്റ് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് നമ്മളിത് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് പറഞ്ഞു പോകുന്നത്. ഇതൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളുടെ ഇതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം പറഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ക്യാമറ എടുത്തിട്ട് നമ്മൾ ISO വെച്ചിട്ടും ഈ ഷട്ടർ സ്പീഡ് വെച്ചിട്ടും അപ്പേർച്ചർ വെച്ചിട്ടും എല്ലാം നമ്മൾ ഫോട്ടോ എടുത്തിട്ട് നോക്കും. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പം ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.